ദൈവകൃപയാലെ അവൻ കരുണയാലെ ഒരു ദിനവും നടത്തിയിടുന്നു. ദൈവകൃപയാലെ അവൻ കരുണയാലെ ഒരു ദിനവും നടത്തിയിടുന്നു. കാഴ്ചകൾ വന്നിട്ടും വീഴ്ചകൾ വന്നിട്ടും വലങ്കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. കാഴ്ചകൾ വന്നിട്ടും വീഴ്ചകൾ വന്നിട്ടും വലങ്കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അവനോട് പറഞ്ഞ വചനമാണ് മത്തായി 1:20-21 വാക്യങ്ങൾ. നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ പാപത്തിൽ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ ഇടണം. പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന യേശു. അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. എബ്രായ ലേഖനത്തിൽ യേശുവിനെ രക്ഷാനായകൻ, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എബ്രായർ 2:10 വാക്യം. ശിശുവായ യേശുവിനെ കയ്യിൽ എടുത്തുകൊണ്ട് ശിമയോൻ പറയുന്നത്, നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ലൂക്കോസ് 2:31. സെഫന്യാവ് 3-ാം 14 വാക്യത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ച് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടങ്ങി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും ചെയ്യും. സെഫന്യാവ് 3:17-20 വരെ. അനുസരണക്കേട് കാണിച്ച മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടുപോയ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. സാൽവേഷൻ ഈസ് ഫ്രം ദ ലോർഡ്. യോന 2:9. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും ആകുന്നു എന്ന ദാവീദ് പാടുന്നത് 2 ശമൂവേൽ 22:2 വാക്യം. സങ്കീർത്തനങ്ങളിൽ പലയിടത്തും യഹോവയിൽ കൂടി ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ചില വാക്യങ്ങൾ നോക്കാം. 27:1 യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു. 33:19 യഹോവ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ജീവനെ ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കുന്നു. 37:39 നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. രക്ഷ ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന കൃപയാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ച് എല്ലാ വേദനകളെയും ഭാരങ്ങളെയും ദുഃഖങ്ങളെയും അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ യഹോവയായ ദൈവം നമ്മുടെ രക്ഷകൻ ആയിരിക്കും. പിതാവായ ദൈവം തൻ്റെ രക്ഷാപദ്ധതി നടപ്പിലാക്കിയത് യേശുക്രിസ്തുവിൽ കൂടിയാണ്. കർത്താവിൻ്റെ ദൂതൻ യോസഫിനോട് പറയുന്നത്, നിന്റെ ഭാര്യയായ മറിയ ഒരു മകനെ പ്രസവിക്കും. മനുഷ്യരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന പേര് ഇടണം. സകല വിധത്തിലുള്ള പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പൗലോസ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. എഫേസ്യർ 2:8 വാക്യം. അതേ, രക്ഷ ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് ദാനമായി നൽകപ്പെട്ടതാണ്. പാപം മൂലം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ തന്നോട് നിരപ്പിക്കുന്നതിനു വേണ്ടി ദൈവം തൻ്റെ കൃപ സൗജന്യമായി മനുഷ്യൻ്റെ മേൽ ചൊരിഞ്ഞു. ആ കൃപയാലാണ് നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. ആ കൃപയുടെ ഉന്നതമായ ഭാവമാണ് ക്രൂശിൽ ദർശിക്കുന്നത്. നമ്മെ പാപത്തിൽ നിന്നും വിടുവിച്ച് ദൈവപുത്രന്മാരാക്കുന്നതിനു വേണ്ടി ദൈവം തൻ്റെ പുത്രനെ കൈവിട്ടു. പൗലോസ് പറയുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5:21.
നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് പാപമറിയാത്ത പുത്രനെ പാപമാക്കിയത്. ക്രിസ്തു തൻ്റെ രക്തം ചൊരിഞ്ഞ് പാപത്തിൽ നമ്മെ വിടുവിച്ച് രക്ഷയിലേക്ക് നയിച്ച ആ ദൈവസ്നേഹത്തിനായി പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറയാം. രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത് കർത്താവിൻ്റെ പുനരാഗമനത്തോടെയാണ്. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. മർക്കോസ് 13:27. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. എബ്രായർ 9:28. കർത്താവിൻ്റെ പുനരാഗമനത്തിൽ ആണ് രക്ഷയുടെ പൂർണ്ണ അനുഭവത്തിലേക്ക് നാം വരുന്നത്. രക്ഷയുടെ പൂർണ്ണ അനുഭവം പ്രാപിക്കുന്നതിന് നാം എന്തു ചെയ്യണം എന്ന് 2 പത്രോസ് 3:11-12 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ദൈവ ദിവസത്തിൻ്റെ വരവിന് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങളെത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. അതായത് വിശുദ്ധിയിലും ഭക്തിയിലും ജീവിതത്തെ നയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് രക്ഷയുടെ പൂർണ്ണത പ്രാപിച്ച് കർത്താവിനോടുകൂടി ചേർക്കപ്പെടുന്നത്. കർത്താവെ, വിശുദ്ധിയിലും ഭക്തിയിലും സൂക്ഷ്മതയോടെ നടന്ന് രക്ഷയുടെ പൂർണ്ണ അനുഭവത്തിൽ അവിടുത്തെ പുനരാഗമനത്തിൽ പങ്കുചേരുവാൻ അവിടുത്തെ കൃപ എൻ്റെ മേൽ ചൊരിയണമേ. ആമേൻ. എനിക്കാകുലങ്ങളും പ്രതികൂലങ്ങളും അടിക്കടിയായുയർന്നിടുമ്പോൾ, എനിക്കാകുലങ്ങളും പ്രതികൂലങ്ങളും അടിക്കടിയായുയർന്നിടുമ്പോൾ, ആശ്വാസകരങ്ങളാൽ കോരിയെടുത്തവൻ തിരുമാറിൽ എന്നെ ചേർത്തിടുമേ. ആശ്വാസകരങ്ങളാൽ കോരിയെടുത്തവൻ തിരുമാറിൽ എന്നെ ചേർത്തിടുമേ. സ്തോത്രസ്തുതികളാലേ എന്റെ ആവശ്യങ്ങൾ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നേ. വാക്കുമാറാത്തവനായെന്നും കൂടെയുള്ള നാഥൻ കൃപയ്ക്കായി സ്തുതിച്ചിടുമേ. വാക്കുമാ